വിവാഹ ജീവിതത്തിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വിവാഹത്തിലെ ലൈംഗികതയുടെ പ്രസക്തിയെക്കുറിച്ചാണ് ഡോക്ടർ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലൈംഗിക ധാർമ്മികത എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഡോക്ടർ നിങ്ങളോട് സംസാരിച്ചത് അതിൻ്റെ ഫിസിയോളജിയാണ് അല്ലേ, ശാരീരികമായിട്ടുള്ള വശമാണ് സംസാരിച്ചത്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ തിയോളജിക്കൽ ആസ്പെക്റ്റാണ്, ദൈവശാസ്ത്രപരമായിട്ട്. അതായത് സഭയുടെ കാഴ്ചപ്പാടിൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് ലൈംഗികത, എങ്ങനെയാണ് സഭ അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ ഒന്നാമത്തെ ഭാഗത്തിൽ ആദ്യം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ കുറച്ച് അടിസ്ഥാന തത്വങ്ങൾ ആയിരിക്കും. അതിനുശേഷം ഈ തത്വങ്ങളെ എങ്ങനെയാണ് പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് സംസാരിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഒരു ആശയം ഇതാണ്: ലൈംഗികത ഒരു സാധാരണ മനുഷ്യനിൽ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഒരു എസെൻഷ്യലായിട്ട് മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട സംവിധാനങ്ങളിലൊന്നാണ് ലൈംഗികത അല്ലേ. നമ്മൾ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അയാളുടെ ബുദ്ധി സംവിധാനം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. അയാളുടെ ശരീരത്തിലെ എല്ലാ സിസ്റ്റംസും, ബുദ്ധി മാത്രമല്ല എല്ലാ സിസ്റ്റംസും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ, ഒരു മനുഷ്യൻ എന്നൊരു വ്യക്തിയെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാളിൽ ലൈംഗികതയും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഒരാളിൽ അയാളുടെ ബുദ്ധി സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരാളിൽ ലൈംഗികതയും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവണം എങ്കിലേ മാത്രമേ നമുക്ക് ഒരാളെ ഒരു സാധാരണ മനുഷ്യനായിട്ട് പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ മനുഷ്യൻ്റെ പൂർണ്ണതയ്ക്ക് അവനിൽ ലൈംഗികതയും അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. രണ്ടാമത്, മനുഷ്യ ലൈംഗികത എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമാണ്. അതിന് രണ്ട് തലങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ളൊരു വശമുണ്ട്, മാനുഷികമായിട്ടുള്ളൊരു വശമുണ്ട്. ലൈംഗികതയെ സംബന്ധിച്ച് മാത്രമല്ല, മനുഷ്യനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് തലം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചു എന്തെഴുതണം. ഒരേ കാര്യമാണ് ഞാൻ എല്ലാവരോടും പറയുന്നതെങ്കിലും ഓരോരുത്തരും എഴുതുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് അല്ലേ. ചിലർ ഇംഗ്ലീഷിൽ എഴുതി, ചിലർ മലയാളത്തിൽ എഴുതി, ചിലർ ഇതെല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞ പോലെ അതേ വാക്കുകളിൽ എഴുതി, ചിലർ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതി. അപ്പോൾ ഓരോരുത്തരും എഴുതുക എന്ന് പറയുന്ന ഒരു ശാരീരിക പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ, മനസ്സിൽ എഴുതുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി, ഉച്ചസമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മുടെ മുന്നിൽ വിളമ്പിയ ഭക്ഷണ സാധനങ്ങൾക്കകത്ത് മീൻ, സാമ്പാർ, ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചില ആളുകൾ ആദ്യം ചെന്നിട്ട് ഇച്ചിരി മീൻ എടുത്ത് കഴിച്ചു നോക്കി, ചില ആളുകൾ ആദ്യം ചെന്നിട്ട് ഇച്ചിരി സാമ്പാർ എടുത്ത് കഴിച്ചു നോക്കി. അതെന്താ, എല്ലാവർക്കും ഒരേ ഭക്ഷണ സാധനമാണ് കൊടുത്തത്, പക്ഷേ ഓരോരുത്തരും കഴിക്കാൻ തുടങ്ങിയതിന് അല്ലെങ്കിൽ കഴിച്ചതിന് ഓരോ വ്യത്യാസമുണ്ട് അല്ലേ. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓരോരുത്തരുടെയും ഉള്ളിൽ ചില കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ചിലർക്ക് ചില സാധനം ഇഷ്ടം, ചിലർക്ക് സാമ്പാർ കൊടുത്ത് അവരതിനകത്ത് കിഴങ്ങും ക്യാരറ്റും ഒക്കെ മാറ്റി വെക്കും, ചിലർ അതൊക്കെ ആദ്യം പെറുക്കി തിന്നും. ശരിയല്ലേ? അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൾമിനേഷനാണ് നമ്മൾ പെറുക്കി കഴിക്കുക എന്ന് പറയുന്നൊരു ശാരീരിക പ്രക്രിയ. എന്ന് പറഞ്ഞ പോണക്ക് മനുഷ്യനെ സംബന്ധിച്ച് ലൈംഗികതയുടെ കാര്യത്തിൽ നമുക്ക് ഈ രണ്ട് ഡയമെൻഷൻ കാണാൻ സാധിക്കും. ഒരു ഫിസിക്കലായിട്ടുള്ള തലമുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള തലമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ സെക്സ് ഈസ് മോർ സൈക്കോളജിക്കൽ ദാൻ ഫിസിയോളജിക്കൽ എന്ന് പറയണം. അത് ശാരീരികം എന്നതിനേക്കാൾ ഉപരി മാനസികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ഭാവനകൾ, ആഗ്രഹങ്ങൾ അതൊക്കെയാണ് ഒരാളെ യഥാർത്ഥത്തിൽ ലൈംഗികതയിലേക്ക് നയിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ശ്രേഷ്ഠതയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീവ്രതയിലാണ് ഈ ശരിക്കും ശാരീരികം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ മനസ്സാണ് ശരിക്കും നമ്മളെ നിയന്ത്രിക്കുന്നത് അല്ലേ. നമുക്ക് മനുഷ്യന് സഹജമായിട്ട് ഇട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നാണ് ബുദ്ധിശക്തി അഥവാ ചിന്താശക്തിയും ഇച്ഛാശക്തിയും, വിൽ പവർ. നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ 2-3 ദിവസമായിട്ട് പട്ടിണി ഇട്ടിരിക്കുന്ന ഒരു നായ്ക്കുട്ടിയുടെ മുമ്പിൽ ഭക്ഷണ പദാർത്ഥം കൊണ്ട് വെച്ചിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ വെയിറ്റ് ചെയ്യുമോ? ഇല്ല, അവൻ ആ ചെയിനും പൊട്ടിച്ച് ചിലപ്പോൾ ഓടും. കാരണം അവന് വിശപ്പ്, അവന് നിയന്ത്രിക്കാൻ പറ്റില്ല. അതേസമയം ഞാൻ നല്ലതായിട്ട് ആകെ ദാഹിച്ചും വിശന്നും വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ അമ്മ ചോറൊക്കെ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്തോ പറഞ്ഞ് അമ്മയും ഞാനും തമ്മിൽ വഴക്ക് പിടിച്ചു. ഞാൻ പറയും, എനിക്കിന്ന് നിങ്ങളുടെ ഭക്ഷണം വേണ്ട, എനിക്ക് വിശന്നിട്ട് മേല, ശാരീരികമായിട്ട് എനിക്ക് വിശന്നിട്ട് മേല, പക്ഷേ എനിക്ക് മാനസികമായിട്ടത് വേണ്ടെന്ന് വെക്കാൻ പറ്റും അല്ലേ.
ശരിയല്ല? നമ്മൾ ഉപവസിക്കുമ്പോഴും അങ്ങനെയല്ലേ? നമുക്ക് വിശപ്പുണ്ട്, ശാരീരികമായിട്ട് നമുക്ക് വിശപ്പ് തോന്നുന്നുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മനുഷ്യന് ചില കാര്യങ്ങൾ ഇച്ഛാശക്തി കൊണ്ട് വേണമെന്നോ വേണ്ടെന്നോ തീരുമാനിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് വഴിയെ പോകുന്ന ഒരാളെ കണ്ട ഒരു ആകർഷണം തോന്നിയാലും നമുക്കറിയാം അത് ശരിയല്ല, അത് ചെയ്യാൻ പാടില്ല, അനുവദനീയമല്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടാന്ന് വെക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ഭാവനകളും ഒക്കെയാണ് അവനെ തന്നെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് അവനെ നിയന്ത്രിക്കുന്നു. ലൈംഗികതയുടെ കാര്യത്തിലും ഇതിൽ അതുപോലെ തന്നെയാണ്. അവൻ്റെ ചിന്താശക്തിയും ഇച്ഛാശക്തിയും ഒക്കെ ചേർന്ന് അവനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുക. അതനുസരിച്ച് ചിന്തയും ഭാവനയും ഇഷ്ടവും ഒക്കെ ഉണ്ടാകുന്നിടത്താണ് ഒരുവൻ ലൈംഗികതയിലേക്ക് പോകുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ സെക്സ് ഈസ് മോർ സൈക്കോളജിക്കൽ ദാൻ ഫിസിയോളജിക്കൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, മനുഷ്യന് സഹജമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് ലൈംഗികത. അതിനകത്തൊരു അസ്വാഭാവികതയെ നമുക്ക് കൽപ്പിക്കാനില്ല. എല്ലാ മനുഷ്യരിലും ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റംസിലൊന്നാണ് സെക്സ് സിസ്റ്റം അഥവാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. രണ്ടാമത്, മനുഷ്യൻ്റെ ലൈംഗികത എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ടുള്ള രണ്ട് തലങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ മാനസിക തലമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. മനുഷ്യന് സംതൃപ്തി നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന, സംതൃപ്തി നൽകുന്ന ഒരു കാര്യത്തിൽ മാത്രമേ മനുഷ്യൻ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സ് ഇഷ്ടപ്പെടാത്തിടത്ത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു ലൈംഗികത ഉണ്ടാവുകയില്ല. മൂന്നാമതൊരു കാര്യം നമുക്ക് ചിന്തിക്കുക, എന്താണ് ലൈംഗികതയുടെ ഉദ്ദേശം? എന്താ ലൈംഗികതയുടെ ലക്ഷ്യം? എന്താണ് മനുഷ്യ ലൈംഗികതയുടെ ലക്ഷ്യം? എന്താണ് പറയാം? പ്രത്യുൽപാദനം. ഓക്കെ, പ്രത്യുൽപാദനം. സാധാരണ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഉത്തരവ് അതാണ്. മനുഷ്യ ലൈംഗികതയുടെ ഉദ്ദേശം പ്രത്യുൽപാദനം മാത്രം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രത്യുൽപാദനം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ് മനുഷ്യ ലൈംഗികതയുടെ ഉദ്ദേശമെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചേട്ടോ പിള്ളേരൊക്കെ ആയി ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് പറയാം, അല്ലേ? അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം പ്രത്യുൽപാദനം എന്ന് പറയുന്നത് മനുഷ്യ ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അഥവാ ഒരു ലക്ഷ്യത്തിന് വേറെ 2-3 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് അതിനകത്ത്. ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മനുഷ്യന് സംതൃപ്തി, ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് കാര്യം ചെയ്താലും, ഇപ്പം നിങ്ങളിവിടെ ഈ കോഴ്സ് കൂടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഏതെങ്കിലും കാര്യം ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കൊള്ളില്ലായിരുന്നു തോന്നിയാൽ നിങ്ങൾ എന്നാ പറയും? ഈ ഹോട്ടലിൻ്റെ പേര് നോട്ട് ചെയ്യണം, ഇനി മേലാൽ ഇവിടെ കയറരുത്, അല്ലേ? നമുക്ക് സംതൃപ്തി തോന്നി നമ്മൾ എന്ത് പറയും? ഈ ഹോട്ടലിൻ്റെ പേര് നോട്ട് ചെയ്യണം, ഇനി അഥവാ ഇതുവഴി പോയാൽ ഇവിടെ തന്നെ കയറണം. കാരണം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവൻ അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മസംതൃപ്തി. അപ്പോൾ ആത്മസംതൃപ്തി ലഭിക്കുന്നതായിരിക്കണം. രണ്ടാമത്, സെക്സിൻ്റെ ഒരു ലക്ഷ്യമാണ് വ്യക്തിയാന്തര ബന്ധം, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതൊരു സ്ത്രീ പുരുഷ ബന്ധം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ് ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിലൊന്ന്. അത് ശരിയായ രീതിയിൽ നടക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള ലൈംഗികതയുള്ളത്. പ്രകൃതി നോക്കിയാൽ നമുക്കത് കാണാം. എല്ലാ സ്പീഷീസിലും നമ്മളതാണ് കാണുന്നത്. സ്ത്രീ പുരുഷ ബന്ധമാണ് ലൈംഗികതയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊന്ന്. അപ്പം ഈ 3 കാര്യങ്ങളും കൂടെ ഒരുപോലെ ചേരുന്നത്, അതായത് ആത്മസംതൃപ്തി, ഒരു വ്യക്തിയാന്തര ബന്ധം, ഒരു സ്ത്രീ പുരുഷ ബന്ധം, പ്രത്യുൽപാദന സാധ്യതയുള്ളത് എന്ന് വേണം നമുക്ക് പറയാം. പ്രത്യുൽപാദന സാധ്യത നമുക്ക് പറയാനുള്ളൂ. പ്രത്യുൽപാദനം നടന്നിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? ദർ ഇസ് നോ ഗ്യാരണ്ടി. അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ 3 കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: ആത്മസംതൃപ്തി ലഭിക്കുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധം പ്രത്യുൽപാദന ഉന്മുഖമായ രീതിയിൽ സമ്മേളിക്കുന്നതാണ് ലൈംഗികതയുടെ ലക്ഷ്യം. ഓക്കെ, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ദാറ്റ്സ് ആൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ മെയിൽ ആൻഡ് ഫീമെയിൽ വിച്ച് ഈസ് ഓപ്പൺ ടു പ്രൊക്രിയേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഈ 3 ഡയമെൻഷനും ഒരുപോലെ പ്രധാനപ്പെട്ടാണ്. ഇത് 3 കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുടെ ലക്ഷ്യം ശരിയാകുക. അതിൽ ഏതെങ്കിലും ഒന്ന് കുറയാനും പാടില്ല, ഒന്ന് മാത്രമായി പോകാനും പറ്റില്ല. ഒന്ന് മാത്രമായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടില്ല. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ അതിനകത്തൊരു കാര്യമായിട്ടുള്ള ന്യൂനതയുമുണ്ട്. അപ്പോൾ ഇത് 3 കൂടെ ചേരുന്നതാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുടെ ലക്ഷ്യം. നാലാമത്തെ ഒരു അടിസ്ഥാന തത്വം ഇതാണ്: ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അത് സാധാരണ രീതിയിൽ നമ്മൾ പറയും, എന്ത് കാര്യം ചോദിച്ചാലും ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയാൻ നമുക്കൊരു സ്പിരിച്വൽ ടെൻഡൻസി ഉണ്ട്, അതുകൊണ്ട് പറയാമെന്നല്ലേ. അങ്ങനെ പറയുന്നതല്ല, മറിച്ച് ഇതൊരു ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സ്ത്രീ പുരുഷ സംവിധാനം ഡിസൈൻ ചെയ്തത്. ദൈവം തന്നെ യഥാർത്ഥത്തിൽ തന്നെ ഇസ്രായേലിനോട്, തൻ്റെ പ്രിയപ്പെട്ട ജനത്തോടുള്ള സ്നേഹത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം ഇസ്രായേലുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടല്ലേ. ദൈവം എന്താ ഇസ്രായേലിനോട് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവം അങ്ങോട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വിവാഹത്തിൻ്റെ
പ്രതിജ്ഞ പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ നമ്മുടെ ക്രമത്തിൽ പലപ്പോഴും അങ്ങോട്ട് പുരോഹിതൻ ചോദിക്കുകയാണ്, തോമസ്, ഈ നിൽക്കുന്ന മറിയമ്മയെ സ്വതന്ത്ര മനസ്സോടെ പൂർണ്ണ സമൂഹത്തോടെ നിൻ്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നു. എന്നാൽ പാശ്ചാത്യ റീത്തുകളിൽ പലപ്പോഴും നമ്മൾ തിരിച്ചാണ് കാണുന്നത്. ഞാൻ തോമസ് ഈ നിൽക്കുന്ന മറിയാമ്മയെ സ്വതന്ത്ര മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ദൈവം ഇസ്രായേലിനോട് നൽകുന്ന ഒരു വാഗ്ദാനം ഇതാണ്, ഞാൻ നിങ്ങളുടെ കർത്താവായിരിക്കും, നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല, എൻ്റെ ജനമായിരിക്കും. എങ്കിലും നമുക്കറിയാം ദൈവം ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെ വഴക്ക് പറയുന്നുണ്ട്, ശകാരിക്കുന്നുണ്ട്, തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇസ്രായേൽ വേറെ വേറെ ദേവന്മാരുടെ പുറകെ വേറെ വേറെ പൂജയ്ക്ക് ആരാധനയ്ക്കൊക്കെ പോയപ്പോഴാണ്. അപ്പോഴൊക്കെ നമ്മൾ ശരിക്കും പ്രവാചകന്മാരുടെ പുസ്തകം വായിച്ചു നോക്കിയാൽ, ഹോസിയയുടെയും ജെറമിയയുടെയും ഒക്കെ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ദൈവം ഒരു പ്രവാചകനെ അയച്ചിട്ട് ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഭാഷ ഒരു ഭാര്യാഭർത്തൃ സ്നേഹത്തിൻ്റെ മാധ്യമത്തിലൂടെയാണ്. ദൈവം ഹോസിയ പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ഒരു പെണ്ണിനെ കെട്ടുക, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിക്കണം, എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടണം, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെ ഉപേക്ഷിക്കണം, എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പോയി തല്ലുകൊള്ളാനാണോ? ദൈവം പറഞ്ഞു, നീ പോ, ഞാൻ പറയുന്നത് അങ്ങ് ചെയ്താൽ മതി. അപ്പം ഹോസിയ പോയി ഒരു പെണ്ണിനെ കെട്ടി, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൾ ഉപേക്ഷിച്ചു. വേറൊരു പെണ്ണിനെ കെട്ടി, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു. മൂന്നാമത്തേനെ കെട്ടാൻ ഒരുങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ തടഞ്ഞു. എടോ, താൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, താൻ എന്തോ ആയി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഹോസിയ പറഞ്ഞു, എന്നാണെന്നറിയാം, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ വിഷമമുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ദൈവമായ കർത്താവിന് നിങ്ങളോടുള്ള വിഷമം. ദൈവമായ കർത്താവ് നിങ്ങളോട് വിശ്വസ്തത പുലർത്തി, പക്ഷേ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോയി, അല്ലേ? ഞാനൊരു പെണ്ണിനോട് വിശ്വസ്തത പുലർത്താത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ ദേഷ്യം തോന്നുന്നത്, ധാർമ്മിക രോഷം. പക്ഷെ നിങ്ങളെന്ത് ചെയ്തു? നിങ്ങളുടെ കർത്താവായ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അതാണ് ഹോസിയയുടെ ദൈവം പറഞ്ഞത്, നീ പോയി ഇങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കണം, അപ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ നൊമ്പരം. നമ്മൾ പഴയ നിയമത്തിലെ ഉത്തമഗീതത്തിൻ്റെ പുസ്തകം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, സുന്ദരമായ ലോകത്തിലെ ഏറ്റവും നല്ല പ്രേമകാവ്യങ്ങളൊന്നാണ് പറയുന്നത്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു സുന്ദരമായ പ്രേമ കീർത്തനമാണ്. അപ്പോൾ ദൈവം ഒരു ഭാര്യാഭർത്തൃ സ്നേഹത്തോടാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള സ്നേഹത്തെ പോലും ഉപമിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. തുടർന്ന് ഞാൻ പിന്നീട് അത് വിശദീകരിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോഴേ, വീണ്ടും നമുക്കത് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനിൽ ലൈംഗികത എന്ന് പറയുന്നത് ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ദാനമാണ്. ഓക്കെ, അടുത്ത ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈംഗികതയിലൂടെ സ്നേഹം അറിയുകയല്ല, സ്നേഹത്തിലൂടെ ലൈംഗികത അറിയുകയാണ് ചെയ്യേണ്ടത്. അതായത് ലൈംഗികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉള്ളിടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് ലൈംഗികതയുടെ അടിസ്ഥാനം, അല്ലേ? പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നറിയാം? സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഭയമുള്ളിടത്ത് യഥാർത്ഥത്തിലുള്ള സ്നേഹമില്ല. ഭയം എപ്പോഴാണ് ഉള്ളത്? ഭയം സംഭവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള സ്നേഹമില്ലാത്ത അന്തരീക്ഷത്തിലാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത്, വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് പുറത്തും ലൈംഗികത പാടില്ല. പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് പാടില്ല എന്ന് പറയുന്നത്. കാരണം അവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമല്ല, വെറുതെ ഒരു ആകർഷണം. ആ ആകർഷണം ചിലപ്പോൾ ഒരു താല്പര്യത്തിലേക്ക് നയിച്ചെന്നിരിക്കാം, പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ്. ഇയാൾ എന്നെ ചതിക്കുവോ, ഇവരെന്നെ ഉപേക്ഷിക്കുവോ, അല്ലേ, എൻ്റെ ഭാവി എന്താവും, ഇങ്ങനെയുള്ള കുറേ ഭയം, ആങ്സൈറ്റി, അതാണ് അവരുടെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമില്ല. അതുകൊണ്ടാണ് സഭ അത് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടാണ്. ഇപ്പം നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോകുന്നു, പള്ളിയിൽ ചെന്ന് കുർബാന കഴിഞ്ഞു, കെട്ടെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പെട്ടിയൊക്കെ എടുത്ത് ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുക. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പോകുന്നത്? എന്ത് ധൈര്യത്തിലാണ് പോകുന്നത്? എൻ്റെ അപ്പനും അമ്മയൊക്കെ പുറകെ വന്ന് അന്വേഷിച്ചോളും എന്നുള്ള ധൈര്യത്തിലാണോ? അതാണോ പോകുന്നത്? അതോ എനിക്ക് നല്ല മസിൽ പവറുണ്ട്, 2 എണ്ണം കൊടുത്ത് ഞാൻ മര്യാദയ്ക്ക് നിർത്തും എന്ന് വിചാരിച്ചാണോ? അല്ല. പിന്നെ എന്ത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്? എന്നെ സ്നേഹിക്കും, അല്ലേ? എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്, ഞാൻ കണ്ടു, സംസാരിച്ചു, ഞാൻ പരിചയപ്പെട്ടു, എന്നെ സ്നേഹിക്കും എന്നൊരു വാഗ്ദാനം എനിക്കുണ്ട്, എനിക്കതിനൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ സ്നേഹമുള്ള ഒരു ഭർത്താവ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇതുവരെയും ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നൊരു പെങ്കൊച്ച് സഞ്ചിയൊക്കെ എടുത്ത് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്, അല്ലേ? നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു പുരുഷന്മാരെങ്ങനെയാണ് ഒരു പെങ്കൊച്ചിനെ പള്ളിയിൽ ചെന്ന് കുർബാന കഴിഞ്ഞ് വിളിച്ച് വീട്ടിലോട്ടും കൊണ്ടുപോകുമോ? ഇല്ല. നാട്ടുകാരോടൊക്കെ പറഞ്ഞ്, അല്ലേ, ഞാനിവളെ സ്നേഹിക്കാൻ പോവുകയാണ്, ഇനി ഞാൻ വേറെ ആരെയും സ്നേഹിക്കില്ല, ഇതാണ് ഞാൻ സ്നേഹിക്കാൻ പോകുന്ന ആൾ, ഇത് നിങ്ങളെല്ലാവരും അംഗീകരിച്ച് തരിക എന്ന് പറഞ്ഞ് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അംഗീകരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു വ്യവസ്ഥാപിതമായ രീതിയിലൂടെ നമ്മളൊരു സുരക്ഷിതമായ സ്നേഹം നൽകുകയാണ്.
അങ്ങനെ വരുമ്പോൾ ഈ വിവാഹത്തിൽ പങ്കാളികളാകുന്ന വ്യക്തികൾക്ക് ഒരു അഷുറൻസ് ഉണ്ട്. എന്താണ്? ഇത് വീട്ടുകാരറിഞ്ഞു, പള്ളി അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, എല്ലാവരും അംഗീകരിച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഇയാൾക്ക് ചുമ്മാ നാളെ രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ പൊക്കോടി എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ്. ഇന്നു മുതൽ മരണം വരെ ഞാൻ നിന്നെ സ്നേഹിച്ചോളാം, അല്ലേ? ആരോഗ്യമായാലും അനാരോഗ്യമായാലും ശരി, എന്തായാലും ശരി, ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുള്ളൂ, നിന്നെ സ്നേഹിച്ചോളാം എന്ന് സമൂഹത്തെ സാക്ഷി നിർത്തി, തിരുസഭയെ സാക്ഷി നിർത്തി നടത്തിയിരിക്കുന്ന ഒരു ആഘോഷമായ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇയാളെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ പശ്ചാത്തലം ഉള്ളിടത്ത് മാത്രമേ യഥാർത്ഥത്തിലുള്ള ലൈംഗികത ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സഭ അങ്ങനെ പറയുന്നത്. പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ സെക്സ് പാടില്ല. കാരണം അവിടെ യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹമുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു താല്പര്യം തോന്നാം, അല്ലെങ്കിൽ ഒരു ടീനേജിലുള്ള ഒരു അഭിനിവേശം, അല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം, അതൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ദീർഘകാലത്തേക്കുള്ള ഒരു സംവിധാനത്തിലൂടെയുള്ള സുരക്ഷിതമായൊരു സ്നേഹത്തിൻ്റെ അന്തരീക്ഷം കുടുംബത്തിൽ വിവാഹത്തിലൂടെ മാത്രമേ സംജാതം ആവുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ലൈംഗികതകൾ. അപ്പോൾ അതിൻ്റെ സാരാംശം ഇതാണ്: ലൈംഗികതയിലൂടെ അല്ല മനുഷ്യൻ സ്നേഹം കണ്ടെത്തുന്നത്, മറിച്ച് സ്നേഹത്തിലൂടെ ലൈംഗികത അറിയണം. അപ്പോൾ സ്നേഹമുള്ളിടത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ലൈംഗികതയുള്ളൂ. അത് നമുക്കറിയാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ നമുക്കറിയാം, രണ്ടുപേരും തമ്മിൽ വഴക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്നേഹമെന്ന് പറയുന്നതില്ല. പിന്നെ ആ വഴക്കൊക്കെ മാറി അവർ ഒരു സ്നേഹത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? സാധാരണ കാര്യങ്ങൾ പോലും സംസാരിക്കണേലും ഒരു സ്നേഹം, ഒരു രമ്യപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ ലൈംഗികത ഉണ്ടാകൂ എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് സാരാംശമായിട്ട് നിൽക്കുന്ന അതാണ് സ്നേഹമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത അർത്ഥവത്താക്കി തീർക്കുന്നത്. അപ്പോൾ സ്നേഹമില്ലാത്ത ലൈംഗികത ഉണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് സഞ്ചാരം, വഴിയിൽ നിന്നും മാറിപ്പോയി, ചരിക്കേണ്ട മാർഗത്തിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് നമ്മളതിനെ വ്യഭിചാരം എന്ന് വിളിക്കും, അല്ലേ? യഥാർത്ഥത്തിൽ ചരിക്കേണ്ട മാർഗം സ്നേഹത്തിൻ്റെ മാർഗമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുടെ അന്തസ്സത്ത എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അനുഭവിച്ച് മനസ്സിലാക്കുന്ന വ്യക്തികളായിത്തീരുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ഈ കണ്ട തത്വങ്ങളുടെ വെളിച്ചത്തിൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ലൈംഗിക ധാർമ്മികത അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഏതാനും തത്വങ്ങളാണ്. അപ്പോൾ ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. സാധാരണ രീതിയിൽ പലപ്പോഴും വിവാഹത്തിൽ കടന്നു വരാറുള്ള സംഭവങ്ങൾ 2-3 കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഒന്ന്, സ്വയംഭോഗം. അത് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നോക്കും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നവരോടാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ചിലപ്പോൾ അത് കുടുംബജീവിതത്തിലും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു ടെൻഡൻസിയിൽ വീണു പോകുന്നത്? അതിന് കുറച്ച് മാനസികമായിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഒരുപക്ഷെ ശരിയായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കിട്ടാത്തതുകൊണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായിട്ടുള്ള മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് വീഴാറുണ്ട്. അത് ചിലരെ വിവാഹ ജീവിതത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ചിലർ അതിനോട് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള വ്യക്തികളായി മാറും. അങ്ങനെ വരുമ്പോൾ അത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായി മാറാറുണ്ട്. അത് മാറ്റിയെടുക്കാൻ സാധിക്കും. നല്ല കൗൺസിലിങ്ങിലൂടെ, നല്ല ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ധാർമ്മിക വശം എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ദൈവം യഥാർത്ഥത്തിൽ ലൈംഗികത എന്തിനാണ് സംവിധാനം ചെയ്തത് നമ്മൾ പറഞ്ഞല്ലേ? 3 ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിൻ്റെ 3 വശങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ആത്മസംതൃപ്തി ലഭിക്കുന്നതായിരിക്കണം, ഒരു വ്യക്തിയാന്തര ബന്ധമായിരിക്കണം, ഒരു സ്ത്രീ പുരുഷ ബന്ധമായിരിക്കണം, പ്രത്യുൽപാദന ഉന്മുഖമായിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ ഏതാ ഇവിടെ ഉള്ളത്? ഇതിനകത്തൊന്നുമില്ല. ആത്മസംതൃപ്തി വേണേൽ നമുക്ക് എഴുതത്തള്ളാം, നമുക്കറിയില്ല. വ്യക്തിയാന്തര ഒരു സ്ത്രീ പുരുഷ ബന്ധം അതിനകത്തില്ല. പ്രത്യുൽപാദന ഉന്മുഖമായിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിൽ 3-ൽ 2 കാര്യങ്ങളും അവിടെ പാളിപ്പോയിരിക്കുന്നു. അത് നടക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം, അത് പ്രകൃതി പോലും അംഗീകരിക്കാത്തൊരു വ്യവസ്ഥയാണ്. പ്രകൃതിയിലെ ലൈംഗികതയും സ്ത്രീ പുരുഷ ബന്ധമാണ് അതിൻ്റെ കാതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സ്റ്റൈലാണ്. ദൈവത്തിൻ്റെ ലൈംഗികതയോടുള്ള ഉദ്ദേശങ്ങൾക്കും ഒട്ടും യോജിക്കാത്ത രീതിയാണ്. അതുകൊണ്ടാണ് നമുക്കിതിനെ അംഗീകരിക്കാൻ അല്പം പ്രയാസമുള്ളത്. അതുകൊണ്ട് നമ്മളതൊരു സ്വാഭാവിക ലൈംഗികതയുടെ ഭാഗമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കില്ല. അതിൽ നിന്നുള്ള ഒരു അപഭ്രംശമാണത്. അതിനെ തിരുത്തേണ്ടിയിരിക്കുന്നു, നമ്മളതിനെ ശരിയാക്കിയിരിക്കുന്നു. അപ്പം പ്രകൃതിയുടെയും ദൈവത്തിൻ്റെയും ലൈംഗികതയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളതിനെ ഒരു പാപമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളോട് എന്നേക്കുമായിട്ട് അകൽച്ച കാണിക്കുന്നുള്ള അർത്ഥം, മറിച്ച് അങ്ങനെയുള്ള പാപത്തിൽ സാഹചര്യത്തിലും ജീവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കടമ നമുക്കുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്, സ്വവർഗഭോഗം. ഒരേ വർഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗികത.
അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പലപ്പോഴും ഒരേ വർഗ്ഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള ലൈംഗികത ചിലപ്പോൾ മറ്റുള്ള വർഗ്ഗത്തിൽപ്പെട്ട ആളുകളെ കാണാനോ അവരോട് ഇടപെടാനോ ഒന്നും സാഹചര്യമില്ലാത്തടത്ത് ജീവിക്കുന്നതുകൊണ്ടാകാം. ചിലപ്പോൾ ഈ വ്യക്തിയിലുള്ള ശരിയായിട്ടുള്ള വളർച്ച സംഭവിക്കാത്തതുകൊണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈംഗികത ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി വിശദീകരിക്കാമെന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഡെവലപ്മെൻ്റൽ സൈക്കോളജിയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിനൊരു സാധാരണ ആൺകുഞ്ഞാണെങ്കിൽ ആണായിട്ടും പെൺകുഞ്ഞാണെങ്കിൽ അത് പെണ്ണായിട്ടും വളർന്നു വരിക എന്ന് പറയുന്നത് സാധാരണ നോർമലായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിനകത്ത് എന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷൻ മാറിപ്പോവും. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, കോളേജിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ കാണാം, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ അവൻ നടക്കുന്നത് കണ്ടാൽ കുണുങ്ങിയായിരിക്കും പോകുന്നത്. വർത്താനം കണ്ടു കഴിഞ്ഞാൽ പെൺപിള്ളേർ പറയുന്ന കണക്കായിരിക്കും അല്ലേ. അവനോടൊന്ന് ചൂണ്ടി എന്നാണ്ട് വിശേഷം ഞാൻ പോ എന്ന് പറയും. അപ്പോൾ കാണുമ്പോഴേ കൂട്ടുകാരൊക്കെ പറയും ഇവനെ കണ്ട ആണാണെന്ന് പറഞ്ഞാലും ഇവനൊരു പെണ്ണാണ്. അവൻ്റെ സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷൻ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിനോടാണ്. ചില പെൺപിള്ളേർ അങ്ങനെ സംഭവിക്കാറുണ്ട്. അവർ ചിലപ്പോൾ ആൺപിള്ളേർ ചെയ്യുന്ന കണക്കുള്ള അഡ്വഞ്ചറസ് സ്പോർട്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് എല്ലാം വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യും. ടൗണിൽ പോകുക മറ്റു കാര്യങ്ങളെല്ലാം അവർ ഓടി നടന്ന് ചെയ്യുന്നതുകൊണ്ട് നാട്ടുകാർ അവരെ നോക്കിയിട്ട് പറയും ഓ അതൊരു ഭയങ്കര സാധനമാണ് അല്ലേ, ആ വീട്ടിൽ ആൺപിള്ളേരില്ലെങ്കിലും അവളുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അവളുടെ ഒരു സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷൻ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിനോടാണ്. ശാലീനത അല്ലെങ്കിൽ ഒരു അടക്കോ ഒതുക്കോ എന്ന് പറയുന്ന പല കാര്യങ്ങളൊന്നും അവളിൽ കാണത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അയാളെ വളർത്തിക്കൊണ്ട് വരുന്ന ആ സാഹചര്യങ്ങൾ, അയാളുമായിട്ട് ഇടപെടുന്ന വ്യക്തികൾ, അയാൾ എപ്രകാരം ആയിത്തീരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷൻ ഏത് ഗ്രൂപ്പിനോട് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ ചില ആളുകൾക്ക് അത് മനസ്സിലാകത്തില്ല, അവരുടെ വളർച്ചയിൽ ഇങ്ങനെ ഒരു അപാകതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഇപ്പോൾ ആണാണെന്ന് പറഞ്ഞാലും അവൻ പെണ്ണുങ്ങളുടെ ഗ്രൂപ്പിൽ പോയി വർത്താനം പറഞ്ഞ് നിൽക്കും, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും, എവിടെ ചെന്നാലും ആ ഒരു കുഴഞ്ഞു മറിഞ്ഞ് ഇടപെടുന്ന രീതിയാവും. അത് ചിലപ്പോൾ അവൻ്റെ സെക്സ് ഐഡൻറ്റിഫിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് അവൻ ആ ഗ്രൂപ്പിനോട് ചിലപ്പം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അവനെ ആ വിധത്തിൽ കാണാനായിട്ടും ദുരുപയോഗം ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ ചിലപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് വന്നാൽ അവിടെയും പ്രശ്നം ഉണ്ടാവും അല്ലേ. കല്യാണം കഴിച്ചു ഒരു സ്ത്രീയും പുരുഷനും, ഇയാൾ പിറ്റേ ദിവസം രാവിലെ വന്ന് പറയാം മോളെ മീൻ മേടിക്കണോ, എത്ര രൂപയ്ക്ക് മീൻ മേടിക്കണം എന്ന് ചോദിച്ചാൽ മോൾ എന്നാ പറയും, ചേ പോടോ എന്ന് പറയും അല്ലേ. താൻ ഇങ്ങനെയാണോ നിൽക്കുന്നത്, താൻ ആണുങ്ങളെപ്പോടെ സംസാരിക്കണോ എന്ന് പറയും. എന്താ അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ആണുങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു മാസ്കുലിൻ നേച്ചർ ഇയാളിൽ നിന്ന് കാണുന്നില്ല. അയാളുടെ സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷനിൽ എന്തോ ഒരു പ്രശ്നം അല്ലേ. കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പെങ്കൊച്ച് പറയാം എടാ ചേട്ടാ മര്യാദയ്ക്ക് പോയി മീൻ മേടിച്ചുകൊണ്ട് വാടാ എന്ന് പറഞ്ഞാൽ എന്ത് പറയും, എൻ്റെ ദൈവമേ എനിക്കിത് പറ്റിയല്ലോ എന്ന് പറയും അല്ലേ. ആൾ മാറിപ്പോയി, കാരണം ഇങ്ങനെയൊന്നുമല്ല ഞാൻ പ്രതീക്ഷിച്ചത്, ഇച്ചിരി അടക്കമൊക്കെ ഉള്ള ആളിനെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് എന്നവൻ പറയും. അപ്പോൾ ആ ഒരു സൈക്കോളജിക്കൽ സെക്സ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമ്മളെ വളർത്തിയിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആളുകളുടെയും നമ്മൾ ഇടപെട്ട വ്യക്തികളുടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവിലൂടെയൊക്കെ നമ്മൾ ആരായി തീരുന്നു എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ ഒരു ദാനം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന അപാകതകൾ കൊണ്ടൊക്കെ ചില വ്യക്തികൾ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. സഭ പറയുന്നത് ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പാപം തന്നെയാണ്. കാരണം ഇതിനകത്ത് ലൈംഗികതയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നുപോലും ഇല്ല, ഒരു സ്ത്രീ പുരുഷ ബന്ധമില്ല, പ്രത്യുൽപാദന ഉന്മുഖമായിട്ടൊന്നുമില്ല അല്ലേ. ആത്മസംതൃപ്തി ഒരുപക്ഷെ നമുക്ക് ന്യായീകരിക്കാവുന്നത് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വരുന്ന ആളുകളെ തള്ളിക്കളയണമെന്നല്ല നമ്മൾ പറയുന്നത്, മറിച്ച് അവരോട് സഹതാപപൂർവ്വമായ സ്നേഹം നമുക്കുണ്ടാകണം. നല്ല ട്രീറ്റ്മെൻറ്റിലൂടെ കൗൺസിലിങ്ങിലൂടെ ഒക്കെ അവരെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ വിവാഹ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്ക് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇയാളെ ഉപേക്ഷിക്കുക, എനിക്ക് പറ്റത്തില്ല, ഇയാളാൾ ശരിയല്ല എന്ന് നമുക്ക് ചാടിക്കയറി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വിവാഹത്തിലെ പ്രതിജ്ഞയിൽ പറഞ്ഞാണ് ഇന്നു മുതൽ മരണം വരെ ഞാൻ ഇയാളെ സ്നേഹിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരാളിൽ ഉണ്ടെന്ന് കണ്ട് അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ തിരുത്തി ട്രീറ്റ്മെൻറ്റിലൂടെ കൗൺസിലിങ്ങിലൂടെ അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം ജീവിത പങ്കാളിക്കുണ്ട്. ഒന്ന് നോക്കി, അതാണ് ഞാൻ പറഞ്ഞത്, ശരിയായിട്ടുള്ള സ്നേഹം നിലനിൽക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ കുടുംബവും നിലനിൽക്കുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണല്ലോ അല്ലേ. ലൈംഗികതയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ, ലൈംഗിക ധാർമ്മികതയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞാൽ ഇതൊരു അനുഗ്രഹമാണ്, മനുഷ്യനിൽ എസെൻഷ്യലായിട്ട് വേണ്ടതാണ്, ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. അതൊരു പരസ്പര സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അതിൽ കുറവുകളോ പോരായ്മകളോ പ്രശ്നങ്ങളോ കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് കളയുക അല്ലെങ്കിൽ അവരെ കൊള്ളില്ല എന്ന് പറഞ്ഞ് വിവാഹമോചനം വേണമെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവരെ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സഭ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഇത് പാപമാണ്, പക്ഷേ അയാളെ എന്നേക്കുമായിട്ട്, പാപികളെ എന്നേക്കുമായിട്ട് തള്ളിക്കളയുകയല്ല, അവരെ നന്മയിലേക്ക് മാനസാന്തരത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഭാ സമൂഹത്തിന് മുഴുവനും ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ.
അത് സ്നേഹത്തിനുള്ള ഒരു മാധ്യമമാണ്. സ്നേഹത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ലൈംഗികതയുടെ അന്തസ്സത്ത നിലനിർത്താനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ലൈംഗികതയുടെ യഥാർത്ഥത്തിലുള്ള അനുഭവം. അതൊരു ദൈവത്തിൻ്റെ ദാനമാണ്. ഇതിൽ ഉൾച്ചേരുന്ന വ്യക്തികൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് ഇനി നമുക്ക് കാണാനുള്ളത് കോൺട്രാസെപ്ഷൻ, ഗർഭനിരോധനം, അതുപോലുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.